മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഡോക്ടർ ജയകുമാർ സാർ ആണ് നമ്മുടെ ഒപ്പം. സാർ ഇപ്പോൾ ഇവിടുത്തെ ഈ മാറ്റുന്ന കാര്യങ്ങളും ഷിഫ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മൾ അന്ന് ആ പ്രോബ്ലം ഉണ്ടായിട്ട് വിത്തിൻ 2 hours ഒരു 8 മണി 10 മണിയായപ്പോൾ തന്നെ എല്ലാ രോഗികളെയും തന്നെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പൂർണ്ണമായ രീതിയിൽ, അതായത് നഴ്സിംഗ് സ്റ്റേഷനൊക്കെ ആകുന്നതേ ഉള്ളൂ, വാഷ് ബേസിനുള്ള പലതും ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫൈനൽ ടച്ചിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് വന്നപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് രോഗികളുടെ സേഫ്റ്റി ഉറപ്പാക്കി അവർക്ക് കൃത്യമായ ചികിത്സ എത്തിക്കുന്ന ഒരു വലിയൊരു ടാസ്ക്കായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഓക്സിജൻ കിട്ടുന്ന രോഗികളുണ്ട്, അല്ലെങ്കിൽ വീൽ ചെയറിൽ ട്രോളിയിൽ മാറുന്ന രോഗികളുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ എത്തിക്കുകയും അവർക്ക് കട്ടിലുകൾ പ്രൊവൈഡ് ചെയ്യുകയും അവരെ ശുശ്രൂഷിക്കുകയും സ്റ്റെബിലൈസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കായിരുന്നു ആദ്യം നടന്നിരുന്നത്. അപ്പോൾ അവരെല്ലാം വാർഡ് വൈസ് കൃത്യമായിട്ടല്ലെങ്കിലും എല്ലാ വാർഡുകളിലും അവരെ എത്തിക്കുകയും അവരുടെ ചികിത്സ തുടങ്ങുകയും ചെയ്തു, ചികിത്സയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ. അപ്പം അതിനുശേഷമാണ് നമ്മൾ നോക്കുമ്പോൾ ഇനി ഈ പുതിയ ഈ കെട്ടിടത്തിൽ പണ്ട് ഓർത്തോ സർജറി എല്ലാം മിക്സ് ചെയ്ത് ഒന്നിച്ചായിരുന്നു കടന്നിരുന്നത്. അപ്പോൾ ഈ പുതിയ കെട്ടിടത്തിലേക്ക് വരുമ്പം സർജറിക്ക് മാത്രമായിട്ട് തന്നെ 2 ഫ്ലോറുണ്ട്, അതിൽ 6 വാർഡുകളുണ്ട്. അപ്പോൾ അത് സർജറി പ്രീ ഓപ്പറേറ്റീവ് വാർഡുകളുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുണ്ട്, മെയിൽ വാർഡുണ്ട്, ഫീമെയിൽ വാർഡുണ്ട്, പിന്നെ യൂണിറ്റ് വൈസ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു വാർഡ് അത് പൂർണ്ണമായ രീതിയിൽ സിസ്റ്റമാറ്റിക്കാണ്. സർജറി, ഓർത്തോ, ന്യൂറോ മെഡിസിൻ ഇവരുടെ എല്ലാം അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ വാർഡ് പുതിയ പേരുകൾ വരണം, ഫ്ലോറ് വരണം, ആൾക്കാർക്ക് വരുന്നതിനുള്ള സൈനേജുകൾ കൃത്യമാകണം. അതുപോലെ തന്നെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് ഓരോ വാർഡിലും ആവശ്യമുള്ളത് സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വാഷ് ബേസിൻ ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ടിരിക്കാം, പുതിയ കെട്ടിടമാണ്, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു ഫാൻ വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പുറകെ നോക്കി രോഗികളുടെ സുരക്ഷയും അതുപോലെ അവരുടെ സൗകര്യങ്ങളും അവരുടെ ചികിത്സയും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചുമതല. ഇനി രണ്ടാമത്തേത് നമ്മൾ ഇനി ഇവിടുത്തെ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. 3 ടെസ്റ്റിലെ MRIയും CT സ്കാനും ഫ്ലൂറോസ്കോപ്പിയും മാമോഗ്രാമും ഒക്കെ ആയിട്ട് വലിയ ഫെസിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറി ഇവിടെ അത് സെറ്റിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നടക്കുന്നത്. നിലവിൽ നമ്മുടെ ഈ ഓപ്പറേഷനുകളൊക്കെ എങ്ങനെയാണ് സാർ നടക്കുന്നത്? ഓപ്പറേഷനുകൾ ഇപ്പോൾ നമ്മൾ എമർജൻസി കേസുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇലക്റ്റീവ് കേസുകൾ നമ്മൾ 2 ദിവസത്തേക്കും കൂടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇങ്ങോട്ട് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് ഇവരെല്ലാം സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം ഒരു മാൻ പവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പണ്ട് നമുക്ക് പ്രളയകാലത്തും കോവിഡ് കാലത്തുമുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇലക്റ്റീവ് ഓപ്പറേഷൻസ് നിർത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫിനെ മൊബിലൈസ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉപയോഗിക്കാതെ ഇപ്പം നമ്മൾ മാറ്റിവെക്കാൻ പോകുന്ന മെയിൻ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ട്. ആ തിയേറ്ററിന് പകരമായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രോമ ഓപ്പറേഷൻ തിയേറ്റർ അത് സജ്ജമാക്കി കഴിഞ്ഞു. അത് സ്റ്റെറിലൈസേഷൻ പൂർത്തിയായി തിങ്കളാഴ്ചയോടുകൂടി അത് അവിടെ ഇലക്റ്റീവ് ഓപ്പറേഷൻസ് തുടർച്ചയായിട്ട് നടക്കും. അപ്പോൾ അതിൽ ഒരു ടേബിളിൽ ജനറൽ സർജറിക്കാർ ഒരു തിയേറ്ററിൽ 2 ജനറൽ സർജറിക്കാർ തുടർച്ചയായിട്ട്, നേരത്തെ നമ്മൾ ഒരു ഷിഫ്റ്റിൽ മാത്രമാണ് ഇലക്റ്റീവ് ഓപ്പറേഷൻ ചെയ്തത്, ഇതിപ്പോൾ 2 ഷിഫ്റ്റിൽ ഇലക്റ്റീവ് ഓപ്പറേഷനുകൾ നടക്കും. അത് രാത്രിയിലേക്ക് നീണ്ടാലും അതിനാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എണ്ണം കുറഞ്ഞാലും രോഗികളുടെ പ്രശ്നമില്ലാത്ത കൊണ്ട് അതായത് സമയം നീട്ടിക്കൊടുത്ത്, തിയേറ്ററുടെ എണ്ണം കുറഞ്ഞപ്പോൾ അതിനനുസരിച്ച് സമയം നീട്ടിക്കൊടുത്ത് സ്റ്റാഫിനെ അതനുസരിച്ച് ക്രമീകരിച്ച്, ഡോക്ടർമാരെ അതനുസരിച്ച് ക്രമീകരിച്ച് കൂടുതൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഒരേ തിയേറ്ററിൽ തന്നെ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ന്യൂറോ സർജറി ഇവയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തിയേറ്ററുകളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് സർജറി, യൂറോളജി, ഓങ്കോ സർജറിക്കെല്ലാം ആഴ്ചയിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ ബ്ലോക്കിൽ ഇതൊരു സർജിക്കൽ ബ്ലോക്ക്, അപ്പോൾ ഇവിടെയുള്ള OT നമുക്ക് എന്തൊക്കെ തുറക്കാൻ കഴിയും? ഏറ്റവും കൂടുതൽ OT വരുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടി ആവും. ഇതിപ്പോൾ 14 ഓപ്പറേഷൻ തിയേറ്ററാണ്. അത് ചെയ്യുന്ന വെണ്ടർമാരുടെ ഇതനുസരിച്ച് നമുക്കൊരു ആദ്യം അവർ പറഞ്ഞിരുന്നത് ജൂലൈ അവസാന വാരമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓഗസ്റ്റിലേക്കാകുമായിരിക്കും. അപ്പോൾ നാളെ വീണ്ടും നമ്മുടെ KMSCL MDയും എല്ലാവരുമായിട്ട് വീണ്ടും മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്. എത്രയും വേഗമാക്കി തരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനക്ഷമമാക്കും. എന്തായാലും പഴയ കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ തന്നെ എന്തായാലും രോഗികളെയൊക്കെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം തന്നെ സൂപ്രണ്ട് നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്.